കുമാരിയുടെ മരണം, കോൺസ്റ്റബിളിന്റെ മകൻ അറസ്റ്റിൽ. ഇന്നത്തെ ചൂടുള്ള വാർത്ത. കോളേജ് കുമാരിയുടെ മരണം, കാമുകൻ പ്രസാദ് അറസ്റ്റിൽ. കോളേജ് കുമാരിയുടെ മരണം, കോൺസ്റ്റബിളിന്റെ മകൻ അറസ്റ്റിൽ. ഇന്നത്തെ ചൂടുള്ള വാർത്ത. സാറേ പത്രം. ഇന്നത്തെ ചൂടുള്ള വാർത്ത. കോളേജ് കുമാരിയുടെ മരണം, കാമുകൻ അറസ്റ്റിൽ. ചൂടുള്ള വാർത്ത വേണം സാറേ. പത്രം. ചൂടുള്ള വാർത്ത. കോളേജ് കുമാരിയുടെ മരണം, കാമുകൻ അറസ്റ്റിൽ. പത്രം വേണം സാറേ. എന്നാലും പപ്പനാവൻ പോലീസിന്റെ മോൻ ഇങ്ങനെ ഒരു കൊലച്ചത് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നല്ല. അതും പ്രേമിച്ച പെണ്ണിനെ. മനഃപൂർവ്വം കൊന്നതൊന്നും ആയിരിക്കില്ല. ഒളിച്ചോടാനുള്ള ശ്രമത്തിനിടയിൽ അബദ്ധത്തിൽ മോളിൽ നിന്ന് വീണതായിരിക്കും. ബലാത്സംഗ ശ്രമം നടന്നായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയണ്ടല്ലോ. മാത്രമല്ല ഈ ഒളിച്ചോടാൻ പോകുന്നവര് പാറയുടെ മുകളിലേക്ക് കയറുന്നതിനാ. അപ്പൊ സംഗതി മറ്റു തന്നെ. ഇവന് ഒളിച്ചോടാണെന്ന് ഉദ്ദേശം ഉണ്ടാക്കാനില്ല. ആ പേരും പറഞ്ഞ് ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കാര്യം സാധിച്ച് വിടാനായിരിക്കും പ്ലാൻ ഇട്ടത്. അതെ. അതിനിടയിൽ ആ പെൺകുട്ടി എതിർത്ത് കാണും. അവര് തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും. ചിലപ്പോ അബദ്ധത്തിനോ മനഃപൂർവ്വമോ കൊല്ലാറുണ്ടാവും. ഏതായാലും മിനിമം അവന് ജീവപര്യന്തം ഉറപ്പാ. അനുഭവിക്കട്ടെ. ഒരു പാവം പെൺകുട്ടിയെ കൊന്നിട്ട് അവൻ അങ്ങനെ സുഖിക്കണ്ട. ഞാൻ പറഞ്ഞതല്ല സത്യം സാറേ. ഞാൻ കണ്ടതാ. എന്റെ കണ്ണുകളുകൊണ്ട് ഞാൻ കണ്ടതാ. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാ സാറേ. വാസുകൊണ്ട് അറിഞ്ഞാ എന്നെ കൊല്ലും, അത് ഉറപ്പാ. എന്നാലും ഞാൻ പറയാ സാറേ. ആ പ്രസാദ് സാറ് പാവാ. അവര് തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു സാറേ. പ്രസാദ് സാറിന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല സാറേ. ഞാൻ കണ്ടതാ സാറേ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ലക്ഷ്മി വധക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. പ്രസാദ് കുറ്റക്കാരനല്ലെന്ന് സാക്ഷിമൊഴി. വാസു എന്ന ക്രിമിനലിനെ പോലീസ് തിരയുന്നു. പുലിവാലാണ് കർത്താവേ ഉണ്ടാകാൻ പോകുന്നത്. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാ. ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടാവുമോ? പൂന്തേനരുവി പൊന്മുടിപ്പുഴ. നീ എന്താടാ ഇന്ന് ബൂത്ത് തുറക്കാഞ്ഞേ? ഞാൻ ബാങ്കിൽ പോയതാ. ഇന്ന് ഓപ്പറേഷനുള്ള പണം അടക്കേണ്ട ദിവസാ. അവസാനം എല്ലാം കൂടി തപ്പിപ്പറക്കി ഒരു കണക്കിന് കാശൊപ്പിച്ചു. കുഞ്ഞാ, നീ കാണിക്കാൻ പോകുന്ന ശുദ്ധ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. എടാ, എത്ര സ്ഥലത്ത് നമ്മൾ പെണ്ണ് കാണാൻ പോയതാ. നിനക്ക് കൂടി അറിയാവുന്ന കാര്യമല്ലേ. എന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിന് നിന്നെ ഇഷ്ടമായ? എടാ, ചെമ്പകത്തിന് നിന്നോട് ഇപ്പൊ വലിയ ഇഷ്ടമാണ്. കാരണം നിന്നെ അവൾ ശബ്ദത്തിലൂടെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയുമ്പോ നിനക്ക് വിഷമം തോന്നരുത്. ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയാ. കാഴ്ച കിട്ടി കഴിയുമ്പോ നിന്റെ ഈ രൂപം അവൾക്ക് ഇഷ്ടമാവോ?
എനിക്ക് പേടിയാവുന്നു കുഞ്ഞ്. ഇതുവരെയുള്ള നിന്റെ സമ്പാദ്യം ചെലവാക്കി അവൾക്ക് കാഴ്ച കിട്ടിക്കഴിയുമ്പോൾ നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് നഷ്ടമായല്ലോ. അവളുടെ കാഴ്ചയേക്കാൾ ഉപരി നിനക്കൊരു ജീവിതം ഉണ്ടായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയാ, ഈ ഓപ്പറേഷൻ നടക്കരുത്. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഓപ്പറേഷനുള്ള പണം ശരിയായില്ലെന്ന് പറഞ്ഞാൽ മതി. എനിക്കറിയാം നിനക്കിതൊക്കെ പറയാൻ ബുദ്ധിമുട്ട് കാണുമെന്ന്. നീ ഒന്നും അറിയണ്ട. തൽക്കാലം എൻ്റെ കൂടെ ആശുപത്രി വരെ വന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം. പോരെ? ആ ഇപ്പൊ നല്ല ആളാ. കുഞ്ഞേട്ടൻ എന്താ കാണാത്തേന്ന് ഇപ്പോഴും കൂടി ഈ പെങ്കൊച്ചു ചോദിച്ചേ ഉള്ളൂ. വരാൻ വൈകിയത് വേറൊന്നും കൊണ്ടല്ലുമ്മ. ഓപ്പറേഷനുള്ള പണം ഒപ്പിക്കാൻ വേണ്ടി കുഞ്ഞൻ ഓടി നടക്കായിരുന്നു. എന്നിട്ട് ശരിയായോ മോനെ? അവൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി, പക്ഷെ പണം ഒത്തില്ലമ്മ. പലിശക്ക് പണം തരാൻ നേറ്റിരുന്ന ആള് അവസാനം കാലുമാറിയതാ കുഴപ്പമായത്. കുഞ്ഞിന് വലിയ സങ്കടമായി. അതാവനൊന്നും മിണ്ടാത്തത് ഇല്ലടാ. സാരമില്ല കുഞ്ഞേട്ടാ, ഇത്രയും കാലം കാഴ്ചയില്ലാണ്ടല്ലേ ഞാൻ ജീവിച്ചത്. ഇനിയിപ്പോ കാഴ്ച കിട്ടിയിട്ട് എന്തിനാ? കടം കയറി ഒന്നും ചെയ്യാണ്ടെന്ന് നന്നായേ ഉള്ളൂ. എനിക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ. ഉമ്മ, അങ്ങനെയാണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് പേര് വെട്ടി നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. അത് ശരിയാ. ഇനി എന്തിനാ വെറുതെ ഇവിടെ താമസിച്ചുള്ള കാശും കൂടി ചെലവാക്കുന്നത്? ഞങ്ങൾ ഇപ്പൊ തന്നെ ഡോക്ടറെ കണ്ട് പേര് വെട്ടാനുള്ള ഏർപ്പാട് ചെയ്യാം. പാടാ ഉമ്മ പാവം, എന്തെല്ലാം കിനാവ് കണ്ടതാ എന്റെ മോള്. കാഴ്ച കിട്ടാൻ പടച്ചും വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. കണ്ണോപ്പറേഷൻ എടുത്തിരിക്കുന്ന റൂം നമ്പർ 14 പെൺകുട്ടിയുടെ ബന്ധുക്കളാ ഞങ്ങള്. എനിക്കറിയാം ഇയാളെ. എന്താ കുഞ്ഞൻ, ഓപ്പറേഷനുള്ള ഫീസൊക്കെ അടച്ചോ? അല്ല, അത് പറയാനാ ഞങ്ങൾ വന്നത്. കാശിന്റെ കാര്യം. അതെ, കുറച്ച് വൈകിയാണെങ്കിലും മുഴുവൻ കാശും കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാഷ് അവിടെ കൗണ്ടറിൽ അടച്ചാൽ മതി. ഓ, വളരെ ഉപകാരം. ശരി. ആ. എന്താ? അല്ല, എനിക്കൊന്നും മനസ്സിലായില്ലേ. അത് നീ എന്ത് പണിയാ കുഞ്ഞായി കാണിച്ചത്? ഡാ, ഇത്ര നേരം വേദം ഓതിയത് പോത്തിന്റെ ചെവിയിലായിരുന്ന? അറിഞ്ഞോണ്ട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കണില്ല തോമേട്ട. അവൾ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. എനിക്ക് വിഷമമുണ്ടാന്ന് കരുതി അവൾ സങ്കടം മനസ്സിൽ ഒതുക്കിയതാ. പാവം, അവൾക്ക് കാഴ്ച കിട്ടണം. എന്നെ അവൾ വെറുത്താലും എനിക്കൊരു ജീവിതം നഷ്ടപ്പെട്ടാലും അവളുടെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടണം തോമേട്ട. ഒരു ഗുളികയോട് കഴിക്കാനുണ്ട്. ദാ വെള്ളം. ഗുളിക കഴിച്ചോളൂ. നാളെ എന്റെ കണ്ണിന്റെ കെട്ടഴിക്കുന്ന ഡോക്ടർ പറഞ്ഞിരിക്കണേ. എന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, പറയട്ടെ? പറഞ്ഞോളൂ. നാളെ എന്റെ കണ്ണിന്റെ കെട്ടഴിക്കുമ്പോ ഞാൻ ആദ്യമായി കാണുന്നത് കുഞ്ഞേട്ടന്റെ മുഖമായിരിക്കണം. ഈ ലോകത്തിലൊന്നും തന്നെ കാണാത്ത ഞാൻ ആദ്യം കാണേണ്ടത് ആരുമില്ലാത്ത എനിക്ക് ജീവിതം തന്ന ഈ കുഞ്ഞേട്ടനെ ആയിരിക്കണം. കെട്ടഴിക്കുമ്പോ എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവണം. ഉണ്ടാവില്ലേ? കാഴ്ച കിട്ടിക്കഴിയുമ്പോ നിന്റെ ഈ രൂപം അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എന്താ ഉറപ്പ്? നീ ഇനി ആരാടാ ചൂണ്ടയിടുന്ന? നീ എന്താ ആശുപത്രി പോഞ്ഞേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. നാളെ ശമ്പവത്തിന്റെ കണ്ണിന്റെ കെട്ടഴിക്കാൻ ദിവസാ. ഉറപ്പായിട്ടും കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് ഡോക്ടർ പറയട്ടെ. അതിനെന്തിനാ നീ നെടുവേർപ്പെടുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷക്കാ, പക്ഷേ ഇത്രയും പെട്ടെന്ന് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഒരു ഇത്. ഏത്?
അല്ല അവൾക്ക് കാഴ്ചയില്ലാണ്ടിരുന്നപ്പോ ഞാൻ കുറച്ച് സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് കാഴ്ച കിട്ടിക്കഴിയുമ്പോ സത്യങ്ങളൊക്കെ അസത്യമാവും. ചിലത് ചിലതാ ആരോടും പറയണ്ട കേട്ടോ. ആ. ഞാൻ അവളുടെ മുമ്പില് എനിക്കൊരു 6 അടി പൊക്കോട്ടതും വലിയ തല്ലാരാണെന്നൊക്കെ ഞാൻ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നേ. ചേടാ ഭയങ്കര. അല്ല അന്ന് ഇത്രയും പെട്ടെന്ന് കാഴ്ച കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചോ. പിന്നെ ആ പാവം പെണ്ണ് കണ്ണ് കാണാൻ പറ്റിയിരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ അവള് നാളെ കണ്ണു തുറക്കുമ്പോ ആദ്യം എന്നെ കാണണമെന്നാ പറഞ്ഞിരിക്കുന്നേ. എനിക്കതല്ല, കണ്ണു തുറക്കുമ്പോ എന്നെ കണ്ട് ഞെട്ടി കാഴ്ച കിട്ടിയ കണ്ണിന്റെ ഫിലമെന്റ് അപ്പൊ തന്നെ അടിച്ചു പോകുന്ന എന്റെ പേടി. നിനക്കെന്താ ഭ്രാന്ത? അല്ല തോമേട്ട, കണ്ണില്ലെങ്കിലും കണ്ണുണ്ടായാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നാളെ അവളെന്നെ കണ്ടു കഴിയുമ്പോ എടാ ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറയുന്ന അവന്റെ രൂപത്തിലല്ല, മനസ്സിലാ. അങ്ങനെ നോക്കിയ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ നീയാടാ. ആ എന്റെ ജീവിതം പ്രശ്നമല്ല, ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് കാഴ്ച കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവനാണ്ടാ നീ. നിന്നെ ദൈവം കാണാതിരിക്കോ? നീ നാളെ കുളിച്ച് കുട്ടപ്പനായ ആശുപത്രിയിലേക്ക്. കുട്ടപ്പന്റെ കൂടെ ഒന്നും പോകാൻ എന്നെ കിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് തന്നെയാണ് പറഞ്ഞത്. ഓ അതിരിക്കട്ടെ, നാളെ എത്ര കുളിയാ? സോപ്പൊക്കെ മേടിച്ച? ഒരു പേഴ്സിന് 2 മാമു. ആ 1 കിലോ സർഫും കൂടി മേടിക്കായിരുന്നു. അതിന് തോമേണ്ട എന്റെ കൂടെ കുളിക്കാൻ വരുന്നുണ്ടോ? ഡാ, ഡാ. ഏയ്,